ഗൗതം, അങ്ങനെ കുംഭമേളയിലേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഗി മാജിക് തന്നെയാണ് യു പിയിൽ കാണുന്നത്. അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത്. കുംഭമേള ഇനിയും കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടാൻ കഴിയുമോ? കോൺഗ്രസ് നേതാക്കളിൽ പലരും വരുന്നു. കുംഭമേള രാഷ്ട്രീയമായി കാണേണ്ട, ആത്മീയമായി കണ്ടാൽ മതിയെന്ന് ദിഗ്വിജയ് സിംഗ് അടക്കം ഗാർഗയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തുന്നു. കുംഭമേള എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി കുളിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രം. രാഹുൽ എന്ന് പോയി കുളിക്കും, വരും ദിവസങ്ങളിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി കുംഭമേളയുമായി ബന്ധപ്പെട്ട് അതിനെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഭക്തരുടെ ഭാഗത്തു നിന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DK ശിവകുമാർ പുണ്യസ്നാനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഭക്തിയാൽ ഞാൻ മതിമറന്നുപോയി എന്നാണ്. ഗംഗയിൽ ഈ പ്രയാഗ്രാജിൽ പുണ്യസ്നാനം നടത്തിയതിന് ശേഷം അതിനെ ചൊല്ലി അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനം വരെ, അതായത് KPCC പ്രസിഡന്റ് സ്ഥാനം വരെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളൊക്കെ കർണാടകയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടതാണ്. പല നേതാക്കളും ഇദ്ദേഹം എന്തിനവിടെ പോയി പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നടക്കം ഖാർഗെക്ക് കത്ത് നൽകുന്ന സാഹചര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഖാർഗെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ പരിശോധിച്ച് വരികയാണെന്ന് തുടങ്ങിയ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതെ, ഖാർഗെക്ക് പക്ഷേ അത് വെളിവ് വേണ്ട എന്നുള്ളതായിരിക്കാം ഖാർഗെയുടെ ഒരു അഭിപ്രായം. കാരണം കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെളിവ് ഉണ്ടായാൽ ശരിയാവില്ല എന്ന് ഖാർഗെക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ചിലപ്പം പോകാത്തതായിരിക്കും ഖാർഗെ. എന്ത് തന്നെയായാലും ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ ഈ ഒരു മറുപടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള മറുപടിയാണ്. കാരണം ഞാനും ധന്യയും അടക്കമുള്ള ആളുകൾക്ക് കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് അതിയായിട്ടുള്ള താല്പര്യമുണ്ട്. നമ്മുടേതായ ചില തിരക്കുകൾ കാരണമാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഇത് നീട്ടി നൽകുക എന്ന് പറയുന്നത് നമ്മളടക്കമുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ സന്തോഷകരമായിട്ടുള്ള പോകാനുള്ളൊരു അവസരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 75 ദിവസമാണ് നേരത്തെ ഈ കുംഭമേള നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം 45 ദിവസമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളെയൊക്കെ ചെറിയ ഷെഡ്യൂളിലാണ് ഇപ്പോഴത്തെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഭക്തർക്ക് അവിടെ പോകാനുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിദാരുണമായിട്ടുള്ള ഗതാഗത കുരുക്കുകൾ, ട്രെയിൻസ്, മറ്റ് യാത്രാ മാർഗങ്ങൾക്കൊക്കെ ടിക്കറ്റ് കിട്ടുന്നില്ല, ട്രെയിനുകളെല്ലാം ഫില്ല്, അത്രമാത്രം കോടിക്കണക്കിന്, ഇതിനോടകം തന്നെ 40 കോടി ജനങ്ങൾ അവിടെ എത്തും എന്നാണ് UP സർക്കാർ, യോഗി ആദിത്യനാഥൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 50 കോടിയും കവിഞ്ഞ് 60 കോടി ആളുകൾ ഇതിനോടകം തന്നെ, ഇനിയും 10-12 ദിവസം ബാക്കിയുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് 26-ാം തീയതിയാണ് കുംഭമേള സമാപിക്കുന്നത്. അപ്പോൾ ഇതിനോടകം തന്നെ 50 കോടിയും കവിഞ്ഞ് 60 കോടി ആളുകൾ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തി എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിന് മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു ആത്മീയ സംഗമമായിട്ട് കുംഭമേള ക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കേൾക്കുന്ന, അവിടെ എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അവിടെ എത്തണമെന്ന ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ അവർക്ക് എത്താനുള്ള സാഹചര്യം നിലവിലില്ലാത്തത് കൊണ്ടാണ് ഈ കുംഭമേള കുറച്ചും കൂടി നീട്ടി നൽകിയിരുന്നെങ്കിൽ മറ്റുള്ള ആളുകൾക്കും കൂടി എത്താമായിരുന്നു. റോഡിൽ നിരവധി ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഈ അഖിലേഷ് യാദവ്, ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് പുണ്യസ്നാനമൊക്കെ നടത്തി ആ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ വൈറലായതാണ്. പക്ഷേ പ്രധാന കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു തരത്തിലുമുള്ള ഒരു അതിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കുംഭമേള എന്ന് പറയുന്ന ഭക്തിയുടെ ഒരു പാരമ്യത്തിലെത്തുന്ന ഒരു ആത്മീയതയുടെ ഒരു പാരമ്യത്തിലെത്തുന്ന ഒരു ഫെസ്റ്റിവലിനെ ഒരു തരത്തിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അതിനെ കാണാൻ പാടില്ല എന്ന കാര്യം, ആ ഒരു വെളിപാട് ഈ കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇല്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൽ DK ശിവകുമാർ തന്നെ നേരത്തെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിന് നേരെ വിമർശനം വന്നപ്പോൾ അതെ ഈ വെള്ളത്തിന് നിറമില്ല, അല്ലെങ്കിൽ വെള്ളത്തിന് രൂപമില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ്. അവിടെ നമ്മൾ രാഷ്ട്രീയം കാണാൻ വേണ്ടിയിട്ട് പാടില്ല എന്നതാണ് അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. എല്ലാത്തിലും രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വേലിക്കെട്ടുകളാണ് രൂപപ്പെടുത്തുന്നത്.
വേലിക്കെട്ടുകൾ മനുഷ്യൻ്റെ ഒരു ഉന്നതിക്ക് ഒട്ടും അല്ലെങ്കിൽ അവൻ്റെ ഒരു ആത്മീയ ഉയർച്ചയ്ക്ക് വേലിക്കെട്ടുകളെ ഒരു കാരണവശാലും നല്ലതല്ല എന്നാണ് കുംഭമേള നമ്മളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, കുംഭമേള കൂടുതൽ ദിവസങ്ങളിലേക്ക് കൂടി അത് ഉയർത്തുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. അത് ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയായിരിക്കും എന്നാണ് യോഗിയുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമോ എന്നതിൽ കാത്തിരിക്കുകയാണ് ഒരുപാട് പേര്. തീർച്ചയായിട്ടും ഈ ഗൗതം പറഞ്ഞതുപോലെ ഞാൻ ഗൗതമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കുംഭമേളയിൽ ഒന്ന് പോകണം, കുംഭമേള കാണണം, ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നൊക്കെ. നമ്മുടെ ജോലിയുടെ തിരക്കുകളൊക്കെ കാരണം നമുക്കൊരു പക്ഷേ അത്രയും ദിവസം ലീവ് എടുത്തൊന്നും പോകാൻ കഴിയില്ല. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കുംഭമേളയിൽ വരുമ്പോൾ ഈ വന്ന 50 കോടി ജനങ്ങളും BJP-ക്കാരല്ല, ഹിന്ദുക്കളല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു ആത്മീയതയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു വലിയ ഉത്സവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് പേർക്ക് മാനസികമായി മാറ്റങ്ങൾ ഉണ്ടാകാൻ, ഒരുപാട് പേരുടെ ജീവിത നിലവാരം വരെ, ഇപ്പോൾ മൊണാലിസ ഒക്കെ ഈ ലോകമറിഞ്ഞ ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഒരുപാട് പേരെ വളർത്തിയെടുക്കാൻ കുംഭമേളയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത്. ചായ ഒരു ദിവസം 5000 രൂപയുടെ ചായ വരെ വിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ആളെ അവിടെ പരിചയപ്പെടാൻ പറ്റിയെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ പലരുടെയും ജീവിതത്തെ കൂടി ഇത് മാറ്റുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. യുപിയിലെ ഖജനാവ് നിറഞ്ഞു കവിയുന്നു എന്നൊക്കെയാണ് ചില 7000 കോടിയാണ് ഇതിന്റെ ചെലവായിട്ട് കണ്ടത്. പക്ഷേ തിരിച്ചു വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം കോടിക്കും അപ്പുറമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒന്ന് പോകണം. കാരണം അദ്ദേഹത്തിന് അനിയത്തി കഴിഞ്ഞ തവണ പോയി കുളിച്ച് വന്നതിന് ശേഷം ഒരല്പ ബുദ്ധി എവിടെ ഉദിച്ചു. പക്ഷെ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ബുദ്ധി ഉദിച്ചെങ്കിൽ അവർ ആദ്യത്തെ കന്യപ്രസവത്തിൽ ഹിമാചൽ പ്രദേശിന് പറയില്ല. ഇതിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് രാഹുൽ ഗാന്ധി ഇപ്പം പോയിട്ട് മുങ്ങിന്ന് വിചാരിക്കുക, സുഡാപ്പികൾ പൊട്ടിക്കില്ലേ കുരു, കരഞ്ഞ് നിലവിളിക്കും. ഇപ്പൊ തന്നെ സുഡാപ്പികൾ പറയുന്നത് അയ്യേ അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്നു, അല്ലെങ്കിൽ തുണിയില്ലാതെ നടക്കുന്നു. പല ആളുകളും മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട്, അതൊക്കെയാണ് വായിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപിക്കുന്നത് ഈ സുഡാപ്പികൾ. അപ്പോൾ രാഹുൽ ഗാന്ധി ആറ്റം പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് സുഡാപ്പി പിന്തുണയാണ്. ആ സുഡാപ്പി പിന്തുണയെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കും? ഞാൻ പറയുന്നത് കേരളത്തിലെ സതീശൻ, സുധാകരൻ, രമേശ് ചെന്നിത്തല, പിന്നെ വേറെ ആരാള, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റുള്ളവർക്കൊക്കെ അല്പ ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. അവരെ അതിൻ്റെ കറക്റ്റായിട്ട് രീതിയിൽ വിമർശിക്കൂ. ചെന്നിത്തല ഇവരൊക്കെ ഒന്ന് പോയി മുങ്ങി കുളിച്ചിട്ട് വരണം. കാരണം സതീശൻ ആദ്യം പോകണം. സതീശന് രാഹുൽ ഗാന്ധിയും പോയേ മതിയാവൂ. കാരണം രണ്ടെണ്ണത്തിനും കുറച്ച് തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടാകേണ്ടതിന്റെ വളരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന് തലയ്ക്ക് വെളിവില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പം വെളിവൊക്കെ ഉണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പോൾ ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ഹിന്ദു ആചാരങ്ങളൊക്കെ പിന്തുടരണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിട്ട് ഇപ്പോ സതീശൻ മാറിത്തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സനാതനധർമ്മ വിവാദത്തിലൊക്കെ, ചാതുർവർണ്ണ വിവാദത്തിലൊക്കെ സനാതനധർമ്മം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പിച്ച പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളൊരു നേതാവാണ് VD സതീശൻ. പക്ഷെ ഞാൻ പറയുന്നത് ബഹുമാനത്തോടുകൂടി തന്നെ പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശനും ഒന്ന് പോയി മുങ്ങി കുളിക്കണം. കുളിക്കുന്ന മറ്റൊന്നിലുമല്ല, 0-ൽ നിന്ന് 1-ലേക്കെങ്കിലും എത്തിക്കാൻ ഈ ഒരു മോശത്തിലൂടെ മുങ്ങിക്കുളിച്ചൊരു മോശം കിട്ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ നേട്ടമായി നമുക്ക് കരുതാം. തീർച്ചയായിട്ടും.